ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്പീക്കിംഗ് ചാലഞ്ചിന്റെ പാർട്ട് 5 അഞ്ചാമത്തെ ക്ലാസ് നമുക്ക് കാണാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് കേട്ടോ. അതായത് ഹാവ്, ഹാസ്, ഹാഡ്, പിന്നെ വിൽ ഹാവ്. ഇത് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് കുഴഞ്ഞു പോവും. എപ്പോഴാണ് ഏറ്റവും കൂടുതൽ കുഴയുന്നതെന്ന് അറിയാമോ? ഈ ഡൂൺ ഡെസ്സും ഹാവും ഹാസും ഒക്കെ വരുമ്പോഴാണ്. അപ്പൊ ഇതിന്റെ ഡൂൺ ഡെസ് ഒക്കെ നമുക്ക് സംസാരത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. അതായത് ഇതിന്റെ കൺഫ്യൂഷൻസ് ഒക്കെ മാറണമെങ്കിൽ അതും കൂടി വെച്ച് നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. അപ്പോ എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം. സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്ന് രണ്ട് ആളുകൾ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരാൾ മറ്റൊരാളടുത്ത് ചോദ്യം ചോദിക്കുന്നു, അപ്പോൾ അയാൾ എങ്ങനെ ഉത്തരം പറയുന്നു, തിരിച്ചും. ഇത് എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും ഫ്യൂച്ചർ പെർഫെക്റ്റും ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിലൂടെ നമ്മൾ കംപ്ലീറ്റ് ഈ ഹാവ്, ഹാസ്, ഹാഡ് എന്നുള്ളതിൻ്റെ കൺഫ്യൂഷൻസ് ഒക്കെ മാറി കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റത്തെ ആൾ രണ്ടാമത്തെ ആളോട് ചോദിക്കുകയാണ്. അവർ സ്റ്റുഡൻസ് ആണ് കേട്ടോ രണ്ടുപേരും. അപ്പോൾ ചോദിക്കുകയാണ്, അല്ല നീ നിന്റെ അസൈൻമെന്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. Have you completed your assignment? Have you completed your assignment? Have കഴിഞ്ഞാൽ നമ്മൾ വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് പറയാം. Have you completed your assignment? അപ്പോൾ അയാൾ പറയും, യെസ്, ഞാൻ എൻ്റെ അസൈൻമെന്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. Yes, I have completed my assignment. I have completed my assignment. അല്ല, നിന്റെ അവസ്ഥ എന്താ? What about you? What about you? ഈ വാട്ട് അബൌട്ട് യു നമുക്ക് എപ്പോഴും ആവശ്യം ഉണ്ടാവും കേട്ടോ. അതായത് ഇത് ഏത് സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇന്ന ടെൻസിനെ ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ചോദിക്കാണ്, നീ എവിടെയാ താമസിക്കുന്നത്? അപ്പൊ അയാൾ പറയും, ഐ ലിവ് ഇൻ കൊച്ചി, ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. വാട്ട് അബൌട്ട് യു എന്ന് വെച്ചാൽ മറ്റേ ആൾ എവിടെയാ താമസിക്കുന്നത് എന്നാ ചോദ്യം. അതേപോലെ ഹൗ ആർ യു, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, സുഖമാണോ? വാട്ട് അബൌട്ട് യു. അപ്പോഴും നമ്മൾ ഈ വാട്ട് അബൌട്ട് യു ചോദിക്കും, നിങ്ങൾക്ക് എന്താ അവസ്ഥ, അങ്ങനെ ചോദിക്കും. അപ്പൊ ഈ വാട്ട് അബൌട്ട് യു നമ്മൾ ചോദിക്കുമ്പോ അയാള് അതിന്റെ തൊട്ട് മുമ്പ് ചോദിച്ച ചോദ്യം എന്താണോ ആ സെയിം ചോദ്യം ഇയാളോട് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ട് അബൌട്ട് യു ചോദിക്കാം. അതായത് നിന്റെ അസൈൻമെന്റ് നീ ചെയ്തിട്ടുണ്ടോ എന്ന് തിരിച്ച് അങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് വാട്ട് അബൌട്ട് യു, എന്താ നിന്റെ അവസ്ഥ എന്ന് ചോദിക്കണം. അപ്പൊ അവന് പറയും, യെസ്, ഞാൻ എന്റെ അസൈൻമെന്റ് ഒക്കെ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ പറയണം. അതായത് ഉച്ചഭക്ഷണം ഉണ്ടല്ലോ, ഉച്ചഭക്ഷണത്തിന് മുൻപേ ഞാൻ എൻ്റെ അസൈൻമെന്റ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയണെങ്കിലോ? I had completed assignment മുൻപ് ബിഫോർ ലഞ്ച് അല്ലെ, ലഞ്ചിന് മുൻപേ തന്നെ ഞാൻ എൻ്റെ അസൈൻമെന്റ് ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്താ, ലഞ്ച് കഴിക്കുക എന്നുള്ളൊരു സംഭവം അതെന്താണ്, ഒരു ആക്ഷൻ ആണ് അല്ലേ. അതിനു മുൻപേ തന്നെ നമ്മൾ വേറൊരു ആക്ഷൻ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നർത്ഥം. എന്ന് വെച്ചാൽ രണ്ട് പാസ്റ്റ് ആക്ഷൻ ഒരുമിച്ച് വരുമ്പോൾ ആദ്യത്തേത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും പറയും, രണ്ടാമത്തത് പാസ്റ്റിലും പറയും. അപ്പോൾ ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ അസൈൻമെന്റ് ബിഫോർ ഐ ഹാഡ് ലഞ്ച് എന്ന് പറയാം, അല്ലെങ്കിൽ ബിഫോർ ഐ ലഞ്ച് എന്ന് പറഞ്ഞാലും മതി അല്ലേ. ഞാൻ ഭക്ഷണം കഴിച്ചു, അതിനു മുൻപ് തന്നെ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ അസൈൻമെന്റ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് അതിനർത്ഥം. അപ്പൊ ബിഫോർ ഹാഡ് മൈ ലഞ്ച് എന്ന് പറയാം, അല്ലെങ്കിൽ ബിഫോർ ഐ ഹാഡ് മൈ ലഞ്ച് എന്ന് പറയാം, അല്ലെങ്കിൽ ബിഫോർ ദ ലഞ്ച് എന്ന് പറഞ്ഞാലും മതി. ഷോർട്ട് ആക്കിയിട്ട് ബിഫോർ ദ ലഞ്ച് എന്ന് പറഞ്ഞാൽ ഉച്ചഭക്ഷണത്തിന് മുൻപേ എന്നാണ്. അപ്പൊ ആ ഉച്ചഭക്ഷണത്തിന് മുൻപേ എന്ന് പറയുമ്പോൾ തന്നെ ഉച്ചഭക്ഷണം കഴിച്ചു അതിന് മുൻപേ എന്നാണ് അല്ലേ. അതിന്റെ മുൻപേ തന്നെ ഞാൻ എൻ്റെ അസൈൻമെന്റ് ചെയ്തു പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് അതിന്റെ മീനിങ് അല്ലേ. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതില് അടുത്ത ആള് ചോദിക്കുകയാണ്, അല്ല നീ എന്നും മെയിലൊക്കെ ചെക്ക് ചെയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചെക്ക് ചെയ്യാറുണ്ടോ? അപ്പോ ഡു യു ചെക്ക് യുവർ മെയിൽ എവറി ഡേ അല്ലേ, അല്ലെങ്കിൽ നീ എപ്പോഴും മെയിൽ ചെക്ക് ചെയ്യാറുണ്ടോന്ന് ഡു യു ചെക്ക് യുവർ മെയിൽ ഓൾവേസ് അങ്ങനെ ചോദിക്കാം. നീ മെയിലൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ടോ? ഇവിടെ എങ്ങനെയാണ്, ചെക്ക് ചെയ്യാറുണ്ടോ എന്നാ ചോദ്യം. അപ്പൊ നമുക്ക് ഹാവിലും ഹാസിലും ഒന്നും തുടങ്ങാൻ പറ്റില്ല അല്ലെ. എന്തിലാ തുടങ്ങാം? ഡൂലാണ് തുടങ്ങാം. നീ മെയിൽ ചെക്ക് ചെയ്യാറുണ്ടോ? അപ്പൊ അയാൾ പറയണ, യെസ്, ഞാൻ എന്നും മെയിലൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. യെസ്, ഐ ചെക്ക് മൈ മെയിൽസ്
ever. എവറി ഡേ. ഞാൻ എന്നും മെയിലൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ മറ്റേ ആള് പറയാണ് ഞാൻ ഇന്ന് എന്റെ മെയിൽ ചെക്ക് ചെയ്തിട്ടില്ല. Okay, അപ്പൊ ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യാറില്ല എന്നല്ല ഞാൻ പറഞ്ഞു, ചെയ്തിട്ടില്ല. I haven't checked my mail today. ഇത് നമ്മൾ പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് കാതോർത്തിരിക്കണം. നമ്മള് ചെയ്തിട്ടില്ല എന്നാണോ ചെയ്യാറില്ല എന്നാണോ പറയുന്നത്? ഇത് നമ്മളൊരു ദിവസം ഒരു 10 സെന്റൻസ് എങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ ഇത് തലേ കയറുള്ളൂ. മീൽക്കുട്ടിക്ക് എപ്പോഴും തെറ്റും. എപ്പോഴും അത് പറയുമ്പോൾ അവിടെ ഒരു ബ്രേക്കപ്പ് ലൈൻ, എന്നിട്ട് ഗിയർ ഇങ്ങനെ 1ക്ക് 2ക്ക് 3ക്ക് 4ക്ക് ഇട്ടിട്ടാണ് സെന്റൻസ് ഉണ്ടാക്കുക. എപ്പോഴും അത് നീ കാറല്ല, നിന്റെ ഡ്രൈവിംഗ് പോലെയാണ് നിന്റെ സംസാരം. അതാ ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് ഇങ്ങനെ കുറെ ചെക്ക് ചെയ്യും, എന്നിട്ടാണ് അത് ആൻസർ വരുള്ളൂ. അപ്പൊ ഇതാണ് ചെക്ക് ചെയ്യാറില്ല, ചെയ്തിട്ടില്ല. ചെയ്തിട്ട് ഇല്ല എന്ന് പറയുമ്പോൾ ഐ ഹാവിൻറ്റ് ചെക്ക്ഡ്. ചെയ്യാറില്ല, ഐ ഡോണ്ട് ചെക്ക്. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഇയാൾക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ശ്യാം. അപ്പൊ മറ്റേ ആള് ചോദിക്കണം, അല്ല നീ ശ്യാമിനെ വിളിക്കാറുണ്ടോ? എന്നും നീ ശ്യാമിനെ വിളിക്കാറുണ്ടോ? അപ്പോ ഡു യു കോൾ ശ്യാം എവരിഡേ? നീ ഇന്ന് ശ്യാമിനെ വിളിച്ചിട്ടുണ്ടോ? അപ്പോ ഹാവ് യു കോൾഡ് ശ്യാം ടുഡേ? ഹാവ് യു കോൾഡ് ശ്യാം ടുഡേ? നീ ഇന്ന് ശ്യാമിനെ വിളിച്ചിട്ട് ഉണ്ടോ? വിളിച്ചിട്ട് ഉണ്ടോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അപ്പം കത്തണം ഹാവ് ആണെന്നുള്ളത്. കാരണം അത് ഹാവ് എന്നുള്ളത് കഴിഞ്ഞിട്ട് വെർബിന്റെ 3ാമത്തെ രൂപപ്പെടണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ വിളിച്ചിട്ട് എന്നുള്ളതാണ് കോൾഡ്. ആ 3ാമത്തെ കോൾഡ് എന്നുള്ളത് വിളിച്ചിട്ട് എന്നാണ്. അത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് വിളിച്ചിട്ട് ഉണ്ടോ, അപ്പൊ ഉണ്ടോ എന്നുള്ളതിനെ പുറത്തിട്ടാൽ മതി. ഹാവ് യു കോൾഡ്? കോളിന്റെ V1 കോൾ തന്നെയാണ്. കോൾഡ് V2. 3ാമത്തതും കോൾഡ്, V3 കോൾഡ് തന്നെ. ഓക്കെ. അപ്പൊ നീ വിളിച്ചിട്ട് ഉണ്ടോ? ഇങ്ങനൊന്നും നമ്മൾ സംസാരിക്കുമ്പോ നീ വിളിച്ചിട്ട് ഉണ്ടോ, നീ വിളിക്കാറുണ്ടോ, ഇങ്ങനൊന്നും നമ്മൾ ചോദിക്കുന്ന ആള് നമ്മളോട് ഇങ്ങനെയൊന്നും ചോദിക്കൂല. അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടൊന്നും നമുക്ക് തരൂല. നമ്മൾ നീ വിളിച്ചിട്ടുണ്ടോ ഇങ്ങനെ ചോദിക്കുള്ളൂ. നീ വിളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നീ വിളിക്കാറുണ്ടോ, ഇത്രേ ചോദിക്കുള്ളൂ. അപ്പൊ നമുക്ക് അത് കത്തണം. ഹാവാണോ, ഹാസാണോ, ഡൂ ആണോ, നീ വിളിച്ചോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ വിളിച്ചോണ്ടിരിക്കുകയാണോ, വിളിക്കാറുണ്ടോ എന്നൊക്കെ എളുപ്പം കിട്ടും. പക്ഷെ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും പിന്നെ വണ്ടി ബ്രേക്ക് പിടിക്കും, പോകൂല. ഓക്കെ. അപ്പൊ ശ്യാം നിന്നെ വിളിക്കാറുണ്ടോ? ശ്യാം നിന്നെ വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കണം. ശ്യാം നിന്നെ വിളിക്കാറുണ്ടോ? ശ്യാം എന്ന് പറയുന്നത് ഒരാളാണ്. അയാള് നിന്നെ വിളിക്കാറുണ്ടോ, പതിവായിട്ട് ചെയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് അപ്പൊ മനസ്സിലായി. നീ ശ്യാമിനെ വിളിക്കാറുണ്ടോ എന്നല്ല, ശ്യാം നിന്നെ വിളിക്കാറുണ്ടോ. നേരത്തെ പറഞ്ഞ നീ ശ്യാമിനെ വിളിക്കാറുണ്ടോ, ഇപ്പൊ പറയണത് ശ്യാം നിന്നെ വിളിക്കാറുണ്ടോ. അപ്പോ ശ്യാം കോൾ യു. ശ്യാം കോൾ യു. ഡസ് ശ്യാം കോൾ യു? ഉണ്ട്. ശ്യാം എന്നെ വിളിക്കാറുണ്ട്. യെസ്, ശ്യാം calls me every day. ശ്യാം calls me always. എന്നെ എപ്പോഴും ശ്യാം വിളിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി ഒരാൾ ചോദിക്കുകയാണ്, അവിടെ പുതിയൊരു കോഫി ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കോഫി ഷോപ്പിൽ നിന്നും നീ കോഫി കുടിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെ ചോദിക്കും? അപ്പോ കോഫി കുടിച്ചിട്ടുണ്ടോ? അപ്പോ ഹാവ് യു drunk. Have you drunk coffee from that coffee shop? From that newly opened coffee shop എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പുതിയതായിട്ട് തുറന്ന ആ പുതിയ കോഫി ഷോപ്പിൽ നിന്നും നീ ചായ ഇവിടെ കിട്ടില്ലല്ലോ, കോഫി കുടിച്ചിട്ടുണ്ടോ അല്ലേ? നീ കോഫി ഷോപ്പായ ചായ പറയണത് ശരിയല്ലല്ലോ. നീ അവിടുന്ന് കോഫി കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോ അവൻ പറയാണ്, അയ്യോ അവിടെ പുതിയ കോഫി ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ടല്ലേ, ഞാൻ അവിടെ സന്ദർശിച്ചിട്ടില്ല. I haven't visited there. ഞാൻ അവിടെ സന്ദർശിച്ചിട്ടില്ല. അപ്പൊ ഇവൻ പറയണോ, അവിടുത്തെ കോഫി ഉണ്ടല്ലോ,
കോഫി നല്ല നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു, അമേസിംഗ് ആയിരുന്നു. അപ്പോ കോഫി വാസ് വെരി അമേസിങ്. ദ കോഫി വാസ് അമേസിങ്. കോഫി നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു, അമേസിംഗ് ആയിരുന്നു എന്ന് പറയണം. അപ്പൊ ഇവൻ പറയണേ, ഇവൻ അത് കേട്ടപ്പോൾ ഭയങ്കര ചെയ്തിട്ടോ അവൻ പറയണ, എന്നാ അടുത്ത ആഴ്ചയോടുകൂടി ഞാൻ ഈ ടൗണിലുള്ള ഫേമസ് ആയിട്ടുള്ള എല്ലാ കോഫി ഷോപ്പും സന്ദർശിച്ചിട്ടുണ്ടാകുമെന്ന് പറയണം. അപ്പോ ഐ വിൽ ഹാവ് visited. I will have visited all coffee shops. All the famous coffee shops in the city. അല്ലേ? ഈ സിറ്റിയിലുള്ള എല്ലാ ഫേമസ് ആയിട്ടുള്ള കോഫി ഷോപ്സും ഞാൻ സന്ദർശിച്ചിട്ടുണ്ടാവും. എന്നോടാണോ കളി എന്നാണ് എന്നോട് കളിക്കാൻ വന്ന എന്ന് പറയാണ്. അപ്പൊ മറ്റേ ആള് പറയാം, ഓക്കെ, അത് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള തീരുമാനമാണ്. ദാറ്റ്സ് ഗ്രേറ്റ് അല്ലേ? അപ്പൊ ഇവനെന്ത് ചെയ്യും? ഇവന്റെ കൂടെ കോഫി കുടിക്കാൻ വേണ്ടി മറ്റാൾക്കും കൂടി പോവാലോ അല്ലെ? ദാറ്റ്സ് ഗ്രേറ്റ് എന്ന് പറയാണ്. അല്ല, എന്നോടാണോ കളി? ഞാൻ ഇതിനപ്പുറം കിടന്നവനാണ്. ജോസഫ് എന്ന് പറയാണ്. ഇനി ഒരാൾ ചോദിക്കണം മറ്റാളോട്, നമ്മുടെ താജ്മഹൽ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ അല്ലെ? അപ്പൊ നീ ഇതുവരെ താജ്മഹലിൽ പോയിട്ടില്ലേ എന്ന് ചോദിക്കാണ്. അവിടെ നമ്മള് പോയിട്ടില്ല എന്നുള്ളതിന് നമുക്ക് ആദ്യം വായിൽ വരിക ഗോൺ എന്നാണ്. അപ്പൊ നമ്മളവിടെ ഗോണ് പറയണ്ട, ബീൻ പറഞ്ഞാൽ മതി കേട്ടോ. അതായത് നമ്മൾ താജ്മഹലിൽ പോയിട്ട് കണ്ട് തിരിച്ചു വന്നിട്ട് ഉള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണെന്നോ, haven't you been എന്നാണ് പറയാം. ഇനി താജ്മഹലിൽ നമ്മൾ പോയി, എന്നിട്ട് നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണ്, അവിടെ തന്നെ താമസിക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മള് നീ അവിടെ താജ്മഹലിൽ പോയിട്ടില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പൊ ഞാൻ പറയാം, യെസ് ഹി ഹാസ് ഗോൺ ടു താജ്മഹൽ, അയാൾ താജ്മഹലിൽ പോയിട്ടുണ്ട് എന്ന് പറയും. പക്ഷെ ഇപ്പത്തെ കണ്ടീഷനിൽ നമ്മൾ അവിടെ പോയി തിരിച്ചിങ്ങോട്ട് വന്നാലേ, അപ്പൊ ബീൻ മതി. നമ്മൾ പോയി എന്ന് വിചാരിക്കും കേട്ടോ, നമ്മൾ പോയി അങ്ങ് വിചാരിക്കും. അപ്പൊ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, പൈസ കൊടുക്കണല്ലോ, വിചാരിക്കുന്നതിന് പൈസ കൊടുക്കണം. പറഞ്ഞോ. അപ്പൊ എങ്ങനെയാ? അപ്പൊ ഞാൻ താജ്മഹൽ സന്ദർശിച്ചിട്ട് ഉണ്ട് എന്നാണ് പറയണ്ടേ, ഇല്ല എന്നാണോ പറയണ്ടേ? പറഞ്ഞോ, ഉത്തരം സത്യം പറ. ഞാൻ താജ്മഹൽ സന്ദർശിച്ചിട്ടില്ല. I haven't been to താജ്മഹൽ കേട്ടോ. ഞാൻ ഇതുവരെ താജ്മഹലിലൊന്നും പോയിട്ടില്ല എന്ന് പറയണം. അപ്പൊ നീ പറയണേ, അടുത്ത വർഷം ഈ സമയത്തോടു കൂടി ഞാൻ താജ്മഹൽ സന്ദർശിച്ചിട്ടുണ്ടാകും എന്ന് പറയണം. I will have visited യൂസ് ചെയ്യാം, കുഴപ്പമില്ല. visited താജ്മഹൽ. I will have visited താജ്മഹൽ അടുത്ത വർഷത്തോടു കൂടി, അടുത്ത വർഷത്തോടു കൂടി പറയാം. എന്നാല് അടുത്ത നെക്സ്റ്റ് നമ്മളെ ഒരു സംഭവത്തിനോട് കൂടി എന്ന് ചേർക്കുമ്പോ ബൈ ചേർത്തിട്ട് കാര്യം പറയണം. അടുത്ത വർഷത്തോടു കൂടിയാണെങ്കിൽ ബൈ നെക്സ്റ്റ് ഇയർ, അടുത്ത മാസത്തോടു കൂടി ബൈ നെക്സ്റ്റ് മന്ത്, ബൈ നെക്സ്റ്റ് വീക്ക്, ബൈ നെക്സ്റ്റ് ഡേ, ബൈ ടുമോറോ, ഇങ്ങനെയൊക്കെ പറയാം. നാളത്തോടു കൂടി, അടുത്ത ദിവസത്തോടു കൂടി, ഇങ്ങനെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഈ ഒരു സമയത്തോടു കൂടി എന്ന് ചേർക്കാൻ വേണ്ടിയിട്ട് ബൈയും ചേർക്കണം, കൃത്യം ആ സമയത്ത് എന്ന് പറയാനായിട്ട് അറ്റും ചേർക്കണം. അത് നമ്മൾ മൈൻഡിൽ പിടിക്കണം. ഇനി ഒരാൾ മറ്റൊരാളോട് ചോദിക്കുകയാണേ, അല്ല നിന്റെ ഫോൺ ഉണ്ടല്ലോ, അത് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അപ്പൊ എങ്ങനെ ചോദിക്കാം? അപ്പോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും, എന്തെങ്കിലും? Have you ever lost your phone? Have you ever lost your phone? എപ്പോഴെങ്കിലും എന്തെങ്കിലും എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ എവർ നിട്ട് കേട്ടോ. ഹാവ് യു ലോസ്റ്റ് യുവർ ഫോൺ എന്ന് പറഞ്ഞാൽ നിന്റെ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഹാവ് യു എവർ ലോസ്റ്റ് യുവർ ഫോൺ എന്ന് ചോദിക്കണം. അപ്പോൾ അയാൾ പറയണ, ഒരിക്കൽ എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടിരുന്നു, ഒരിക്കൽ എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടിരുന്നു. അപ്പോ മൈ ഫോൺ ലോസ്റ്റ് അല്ല, എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഐ ലോസ്റ്റ് മൈ ഫോൺ വൺസ്. ഒരിക്കൽ എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ അതെന്റെ ബാഗിൽ നിന്നും എനിക്ക് കിട്ടി. എനിക്ക് കിട്ടി. ഗെറ്റ് അല്ല, കിട്ടി എന്ന് പറയണം. I got
Eat from my bag. It from my bag. അതെൻ്റെ ബാഗിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റേ ആൾ പറയാണ് എനിക്ക് ഇതുവരെ എൻ്റെ ഫോണ് നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോ I haven't ever lost my phone yet എന്ന് പറഞ്ഞാൽ ഇതുവരെ കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ ഐ ഹാവിൻ്റ് പറഞ്ഞില്ലേ, അതിന് പകരം നമുക്ക് ഇങ്ങനെയും പറയാം ഐ ഹാവ് നെവർ എവർ എന്ന് പറയാം. ഐ ഹാവ് നെവർ എവർ ലോസ്റ്റ് മൈ ഫോൺ. ഹാവിന്റെ എവർ എന്ന് പറയാം, അങ്ങനെയും പറയാം. പക്ഷെ അതൊന്നും കൂടി പോളിഷ് ചെയ്ത് നമ്മൾ ഇങ്ങനെ പറയാം ഐ ഹാവ് നെവർ എവർ, ഇങ്ങനെയും പറയും നെവർ എവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ കേൾക്കുള്ളൂ. നെവർ എവർ എന്നേ കേൾക്കുള്ളൂ. നെവർ എവർ എന്നാണ് പറയുന്നതെങ്കിലും കേൾക്കുമ്പോ ഐ ഹാവ് ഒന്നും കേൾക്കില്ല. ഐ നെവർ എവർ ലോസ്റ്റ് മൈ ഫോൺ ഇങ്ങനെ കേൾക്കുള്ളൂ കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മള് അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് മനസ്സിലാവും. പോളിഷ് ചെയ്ത് വരുമ്പോ മനസ്സിലാവും. വീട് ജനലൊക്കെ ഇങ്ങനെ പോളിഷ് ചെയ്യില്ല, അതേപോലെ ഇംഗ്ലീഷ് അതേപോലെ പോളിഷ് ചെയ്യുമ്പോഴത് കേൾക്കുമ്പോൾ രസം ഉണ്ടാവുള്ളൂ. മറ്റേ ഇപ്പൊ നമ്മൾ പറയുന്നത് കംപ്ലീറ്റ് ഇന്ത്യൻ ഇംഗ്ലീഷിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആ രീതിയിലാണ് നമ്മൾ പറയുന്നത്. അതിനെ നമുക്ക് പോളിഷ് ചെയ്യണമെങ്കിൽ ഇത് എന്താണെന്ന് അറിയണ്ടേ, പോളിഷ് ചെയ്തെടുക്കാം കേട്ടോ. അല്ലാതെ അപ്പൊ തന്നെ പോളിഷ് ചെയ്ത് പഠിക്കുന്നുണ്ടെങ്കിൽ തീരെ അപ്പൊ പിന്നെ പോളിഷിങ് ആകുമ്പോ പിടിക്കൂല അല്ലേ. പോളിഷിങ് പിടിക്കണമെങ്കിൽ ഒരു പ്രതലം വേണ്ടേ, പ്രതലം റെഡിയാക്കാൻ നമുക്ക് എന്നിട്ട് പോളിഷ് ചെയ്യാം അല്ലേ. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, പിന്നെ എന്റെ ഫോണൊന്നും ഇതുവരെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. നിർത്താനായിട്ടില്ല മോളെ. ഇനി ചോദിക്കാണ്, അല്ല നിന്റെ ഫ്രണ്ട് ആതിര ഉണ്ടല്ലോ, ആ ആതിര അല്ല ആ ആതിര എന്നും ക്ലാസ്സിൽ വരാറുണ്ടോ? അപ്പോ ആതിര പറയണ ഒറ്റ ചേർക്കണം. ഓക്കെ, അപ്പോ ഡസ് ആതിര come to the class every day? Does ആതിര come to the class every day? ഇന്ന് ആതിര ക്ലാസ്സിൽ വന്നിട്ടുണ്ടോ? അപ്പോ has ആതിര came. Does അല്ല has ആതിര come to the class today? ആതിര come പറ. ഞാൻ തെറ്റിച്ചിട്ടൊന്നുമില്ല, നീ പറ. Has ആതിര come to the class? Has ആതിര come to the class today? ഇന്ന് ആതിര ക്ലാസ്സിൽ വന്നിട്ടുണ്ടോ? ഇപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഹാസിൽ തുടങ്ങുമ്പോൾ എന്താ സംഭവിച്ചെന്നുള്ളത് സബ്ജക്റ്റ് സിംഗുലറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രതിപാദിക്കുന്നതെങ്കിൽ ഹാസിൽ തുടങ്ങും. അത്രേ ഉള്ളൂ വ്യത്യാസം അല്ലേ. അതുപോലെ ഡസിൽ തുടങ്ങും. ഇനി അല്ല നാളെ ഉണ്ടല്ലോ ആതിര അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടാവോ? നാളെ ആതിര വീട്ടിൽ പോയിട്ടുണ്ടാകുമോ ചോദ്യമാണ്. Will ആതിര have? വിൽ ഹാവിൽ നിന്ന് നമ്മൾ വില്ലിനെ മാത്രം പുറത്തെടുത്തു. വിൽ ഹാസ് ഇല്ല. അത് നമ്മൾ എത്രയോ വട്ടം പറഞ്ഞതാണ്. വിൽ ഹാസ് എന്ന പ്രയോഗം ഇല്ല. വിൽ ഹാവ് എപ്പോഴത്തെ വിൽ ഹാവ് ഉള്ളൂ. Will ആതിര have gone ക്ലാസ്സിൽ പോയിട്ടുണ്ടാവോ? Gone to the class tomorrow അല്ലേ. നാളെ ആതിര ക്ലാസ്സിൽ പോയിട്ടുണ്ടാവോ എന്നാണ് ചോദിക്കണം. വിൽ ആതിര ഹാവ് gone to the class tomorrow? നാളെ ആതിര ക്ലാസ്സിൽ പോയിട്ടുണ്ടാവോ? അവിടെ നാളെ ക്ലാസ്സിൽ പോയിട്ടുണ്ടാവും. ഈ നേരത്തെ ഈ സമയത്തോടു കൂടിയൊക്കെ നാളെ അവള് ക്ലാസ്സിൽ പോയിട്ടുണ്ടാവും. ആതിര will have gone to the class by this time tomorrow. ഇപ്പൊ അവിടെ കണ്ടോ, ഇപ്പൊ ആതിര വിൽ ഹാവ് എന്നല്ലേ നമ്മൾ പറഞ്ഞ ഉത്തരം. അപ്പൊ അതിൽ നിന്ന് ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ വില്ലിനെ മാത്രം പുറത്തെടുത്താൽ മതി. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ആതിര പോയിട്ടുണ്ടാകുമോ എന്ന് ചോദിച്ചത്. ഇനി പറയണം ആതിര ക്ലാസ്സിൽ വന്നതിന് മുൻപേ ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. അപ്പോ the bell had rang. the bell had rang എന്ന് പറയണം. the bell had rung. The bell had rung before ആതിര came to the class. ബിഫോർ ആതിര came to the class. ആതിര ക്ലാസ്സിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു. 2 പാസ്റ്റ് ആക്ഷൻ വന്നു, ഒരെണ്ണം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് പറഞ്ഞു. ഇനി നമ്മൾ ഇങ്ങനെ പറയും, അതായത്
ഞാൻ ടൗണിൽ പോയി പച്ചക്കറി മേടിച്ചു, കറണ്ട് ബില്ല് അടച്ചു, വീട്ടിൽ തിരിച്ചെത്തി. അപ്പൊ അതൊക്കെ പാസ്റ്റ് ആക്ഷൻ ആണ്. 2-3 പാസ്റ്റ് ആക്ഷൻ നടന്നു. പക്ഷെ അവിടെ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു പാസ്റ്റ് ആക്ഷൻ കഴിഞ്ഞു, രണ്ടാമത്തെ പാസ്റ്റ് ആക്ഷൻ കഴിഞ്ഞു, അവിടെ ഒന്നും ഒന്നിന് മുൻപേ പാസ്റ്റ് പെർഫെക്റ്റ് പറയണ്ടേ, രണ്ടാമത്തത് പാസ്റ്റ് പറയണ്ടേ, അങ്ങനെയല്ല കേട്ടോ. തുടർച്ചയായിട്ട് കുറേ പാസ്റ്റ് ആക്ഷൻസ് ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ എല്ലാം പാസ്റ്റ് തന്നെ പറയാം. അത് ഐ വെന്റ് ടു ദ ടൗൺ, ഐ പെയ്ഡ് ദ കറണ്ട് ബിൽ, ആഫ്റ്റർ ദാറ്റ് ഐ വെന്റ് ടു ദ മാർക്കറ്റ്, ഐ പർച്ചേസ്ഡ് സം വെജിറ്റബിൾസ്, ഐ കളക്റ്റഡ് സം മണി ഫ്രം മൈ ഫ്രണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് കംപ്ലീറ്റ് പാസ്റ്റ് ആക്ഷൻസ് ആണ്. പക്ഷെ 2 പാസ്റ്റ് ആക്ഷൻസ് ഒരുമിച്ച് നടന്നു, പക്ഷെ ഒന്ന് നടന്നത് എപ്പോഴാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയില്ല. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റിലും ഒന്ന് പാസ്റ്റിലും പറയാം. അതായത് ആദ്യ ക്ലാസ്സിൽ വന്നു, അതിനു മുൻപേ ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ബെല്ലടിച്ചിട്ടുണ്ടായിരുന്ന സമയം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് നമ്മളത് പാസ്റ്റ് പെർഫെക്റ്റ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി, അതിനു മുൻപേ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എപ്പോ പോയത് അറിയില്ല. അപ്പൊ ഞാൻ പറയാണ് ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ, ആഫ്റ്റർ ദാറ്റ് ദ ട്രെയിൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ 2 പാസ്റ്റ് ആക്ഷൻ ആണ്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി, അതിനുശേഷം ട്രെയിൻ പോയി. അപ്പോൾ ഒരു പ്രശ്നമില്ല, അത് അങ്ങനെ തന്നെ പറയാം. അപ്പോൾ ഈ റൂളുകളൊക്കെ നമ്മൾ എല്ലാ റൂളും മൈൻഡിൽ വെച്ചിട്ട് ഈ റൂൾ ഇങ്ങനെയല്ലേ, ആ റൂൾ അങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് ആകെ അവിയലാക്കരുത് കേട്ടോ. ഇതിന്റെ ഒരു കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്റെ തലയ്ക്കൊക്കെ കാരണം എനിക്ക് എല്ലാതും ഞാൻ എന്റെ തലയ്ക്ക് എത്തിക്കും. ഇങ്ങോട്ട് അവിയലിന്റെ ഓരോരോ ഇത് അരിയണ പോലെ ചോദിക്കുമ്പോ പിന്നെ ഇങ്ങനെ കടന്ന് കിളി മാറും. അതിനെ പറഞ്ഞേ അവിയലിന്റെ മിലുക്കുട്ടിയുടെ അടുത്ത് ചോദ്യം ചോദിച്ചാൽ എങ്ങനെയാണെന്നറിയോ, ഇവിടെ അങ്ങനെ ഇരിക്കും, എന്നിട്ട് കുറെ ആലോചിച്ചിട്ടാണ് ഉത്തരം പറയുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഇടയ്ക്കൊക്കെ കട്ട് കാണാം, അതൊക്കെ പുള്ളിക്കാരി ഇരുന്ന് ആലോചിക്കുന്നതാണ്. ഞാൻ പിന്നെ അവിടെ വീഡിയോ നീട്ടാതിരിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് കളയുന്നതാണ്. ഇനി ഏതായാലും നിങ്ങൾക്ക് ഏകദേശം ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി എന്ത് ചെയ്യാന്നറിയോ, സിറ്റുവേഷൻ കൊണ്ടുവരാം അടുത്ത ക്ലാസ് മുതൽ. ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ഏകദേശം പഠിച്ച ടെൻസുകളൊക്കെ കവർ ചെയ്തു. ഇനി മോഡൽ ഓക്സിലറീസ് ആണ്. അതിങ്ങനെ ഇതിനായിട്ടിരുന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല. അത് നമുക്ക് കോൺവെർസേഷനിലേക്ക് ഓരോ സെന്റൻസ് ഇംപ്ലിമെന്റ് ചെയ്ത് പഠിക്കാം. ഇനി നമ്മൾ നാളെ മുതൽ ഒരു സിറ്റുവേഷൻ, ഒരു കഥയോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ എന്തെങ്കിലും സംഭാഷണമോ ഒക്കെ എടുത്തിട്ട് അതിലേക്ക് എല്ലാ ടെൻസുകളും കൂടി കവർ ചെയ്യുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. എന്നോട് പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്നു, എങ്ങനെയാണ് ചേച്ചി നിങ്ങള് വീഡിയോ എടുക്കണ എങ്ങനെയൊക്കെയാണെന്ന്. ഡാൻസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്, കൊറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. മിലിക്കുട്ടീനെ കളിക്കാനൊന്നും വിടാറില്ലേ, ഫുൾ ടൈം വീഡിയോ എടുക്കലാണോ പാവം കുട്ടി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊന്നും അല്ല കേട്ടോ, അവള് ഫുൾ ടൈം കളിയാണ്. ഞങ്ങൾ സൺഡേ അല്ലെങ്കിൽ ഹോളിഡേയിൽ മാത്രമേ വീഡിയോ എടുക്കലുള്ളൂ. 2-3 വീഡിയോ ഒരു ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് എടുക്കും. സ്കൂളിൽ പോയ പഠിക്കലൊന്നും വേണ്ട, ഡാൻസ്. അവിടെ പഠിത്തമൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല, ഒക്കെ ഡാൻസും കളികളല്ലേ പറയണേ. അപ്പൊ പിന്നെ കളികൾ വേണമല്ലോ, എല്ലാം വേണം കുട്ടികൾക്ക്. പഠിത്തം വേണം, കളികൾ വേണം, എല്ലാം വേണം. കുട്ടികളാവുമ്പോ എല്ലാ മേഖലകളിലും അവരുടേതായ ഇപ്പൊ ഞങ്ങൾക്ക് സ്കൂളിൽ ഇൻട്രസ്റ്റ് കാണിക്കണം. അതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഞങ്ങൾ സ്കൂളിൽ ഇപ്പൊ വരാൻ പോണത് ആനുവൽ ഡേ ആണ്. അതിന് ഞങ്ങൾ ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ശിവരാത്രി പ്രോഗ്രാം ഉണ്ട്, അതിനൊരു ഡാൻസ് ഉണ്ട്. എവിടെയൊക്കെ ഡാൻസ് ഉണ്ടോ അവിടെയൊക്കെ ഉണ്ട് മീലും. അപ്പോ പറഞ്ഞു വന്നത് എന്താ, നമ്മൾ പഠിത്തം മാത്രം പോരാ, നമുക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് കോൺഫിഡൻസ് ആണ്. ഈ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലേ? നമുക്കൊന്നും കിട്ടാത്ത സംഭവമാണ്. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത സംഭവമാണ്. എനിക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ ബുദ്ധിമുട്ടായിരുന്നു, ആളുകളെ ഡീൽ ചെയ്യുന്ന ബുദ്ധിമുട്ടായിരുന്നു, അതന്നെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാറ്റിയെടുത്തത് നിരന്തരമായ പ്രാക്ടീസിലൂടെയാണ്. അപ്പോൾ കുട്ടികൾക്ക് അത് ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു ഗൈഡൻസ് കൊടുക്കണം. എത്ര ആൾക്കാർ വന്നാലും നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം, ഏത് സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ അതിനെ ഡീൽ ചെയ്യണം. തോൽവിയും കൂടി കുട്ടികൾ പഠിക്കണം, ജയം മാത്രം പോരാ, തോൽക്കാനും കൂടി കുട്ടികൾ പഠിക്കണം. തോൽവിയിൽ നിന്ന് എങ്ങനെ സ്ട്രെങ്ത് ആവാം എന്നും പഠിക്കണം. അതായത് തോറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ തകർന്നടിയല്ല, അത് നമ്മളെ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വെച്ചിട്ട് കുതിക്കാനുള്ള ഒരു പ്രചോദനമാണ് തോൽവി എന്ന് പറയുന്നത്. അപ്പൊ ലൈഫിൽ നമ്മൾ തോൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചിട്ട് അതിൽ നിന്നും നമ്മൾ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം, അല്ലേ?
അപ്പൊ ഇതെല്ലാം കുട്ടികളെ പഠിപ്പിക്കണം. എന്നൊക്കെ സമ്മതിക്കുന്ന ഈ ഡാൻസിന് പോയി മേക്കപ്പ് ഇട്ട് 11-12 മണി വരെ അവിടെ ഇങ്ങനെ നോക്കിക്കൊത്തു. അയ്യോ, അതൊക്കെ ഒരു സംഭവ ബഹുലമാണ്. ഈ ഡാൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ കുട്ടികൾ എത്ര സമയമാണെന്ന് അറിയോ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് അവരുടെ മെന്റലി അവരെ സ്ട്രോങ് ആക്കും. അതൊക്കെ ഞാൻ അതാണ് ഇന്നൊക്കെ മനസ്സിലാക്കുന്നത്. എനിവേ വീഡിയോ ഒരുപാട് ദീർഘിച്ചു പോയി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാത്ത വീഡിയോ. അതിലേക്കും